നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? ഒരു സ്കൂൾ ബസ്സിൽ ചിലപ്പോൾ എല്ലാവർക്കും കയറാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, അപർണ ഗോപിനാഥ് എന്നിവർ അഭിനയിച്ച് തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്ന സ്കൂൾ ബസ് എന്ന ചിത്രത്തിന് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും കയറാം. ഇതിനോടകം തന്നെ പ്രേക്ഷകരുടെ മുക്തകണ്ഠം പ്രശംസ പിടിച്ചുപറ്റി തിയേറ്ററുകളിൽ വിജയം കൊയ്തിരിക്കുന്നു റോഷൻ ആൻഡ്രൂസ് ചിത്രം. തങ്ങളുടെ എല്ലാ ചിത്രങ്ങളിലും പുലർത്താറുള്ള വ്യത്യസ്തതയും ചില സസ്പെൻസ് രംഗങ്ങളും പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ബോബി സഞ്ജയ് ഈ ചിത്രത്തിന് വേണ്ടി തിരക്കഥയിൽ ഒരുക്കിയിരിക്കുന്നു. അടച്ചിട്ട വീടുകളിൽ വളരുന്ന കുട്ടികളുടെയും അവരെ അങ്ങനെ വളർത്തുന്ന മാതാപിതാക്കളുടെയും കഥയാണ് സ്കൂൾ ബസ് എന്ന ചിത്രത്തിലൂടെ റോഷൻ ആൻഡ്രൂസ് നമുക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഉറപ്പായിട്ടും ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ രക്ഷകർത്താക്കളും ഉറപ്പായും കണ്ടിരിക്കേണ്ട ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് സ്കൂൾ ബസ്. അജോ എന്ന 9 വയസ്സുകാരന്റെ സ്കൂൾ ജീവിതത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിലൂടെ റോഷൻ ആൻഡ്രൂസും സംഘവും ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇന്നത്തെ കുട്ടികളിൽ നിന്ന് കാലം കവരുന്ന ബാല്യങ്ങളെയും മോഡേൺ രക്ഷകർത്താക്കളെയും നിയമങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമരുന്ന അവരുടെ സ്കൂൾ ജീവിതത്തെയുമാണ് സ്കൂൾ ബസ് എന്ന സിനിമയിലൂടെ സംവിധായകൻ അവതരിപ്പിക്കുന്നത്. ഉറപ്പായും തിയേറ്ററിൽ സിനിമ കണ്ടു പുറത്തിറങ്ങുന്ന രക്ഷകർത്താക്കൾ ഒന്നടങ്കം പറയുന്നു, ഇത് കുട്ടികൾക്ക് മാത്രമുള്ള ചിത്രമല്ല, രക്ഷകർത്താക്കൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ്. അജോ, അഞ്ജു എന്നീ കുട്ടികളായി സിനിമയുടെ ഛായാഗ്രാഹകൻ മുരളീധരന്റെ മകനും റോഷൻ ആൻഡ്രൂസിന്റെ മകൾ ആഞ്ചലീനയും സിനിമയിലേക്ക് എത്തിയിരിക്കുന്നു. My name is Ajoy. This is my sister Angelina. We study in Trinity International School. സുധീർ കരമന, വിജയകുമാർ, നന്ദു, അനൂപ് തുടങ്ങിയവർ തങ്ങളുടെ വേഷം ഭംഗിയാക്കിയപ്പോൾ കുഞ്ചാക്കോ ബോബന്റെ ആദ്യത്തെ പോലീസ് വേഷം ഒരുപടി മുന്നിൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാം. ഉറപ്പായും സ്കൂൾ തുറക്കുന്ന സമയങ്ങളിലേക്ക് തിയേറ്ററിൽ ആളെത്താൻ പ്രയാസമാണെങ്കിൽ നിങ്ങളെ തീർച്ചയായും തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്ന ചിത്രം തന്നെയാണ് റോഷൻ ആൻഡ്രൂസ് ഒരുക്കിയിരിക്കുന്ന സ്കൂൾ ബസ്.